അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആദ്യ പിതാവായ ആദം നബി അലൈഹിസ്സലാമിനെ കുറിച്ചാവട്ടെ ഇന്നത്തെ ചരിത്രം. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈപിടിച്ചുകൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാം ഒന്നാം ആകാശത്തേക്ക് കടന്നു. ഉത്തമനായ ദൂതനും ഉത്കൃഷ്ടപുത്രനും സ്വാഗതം അവരെ സ്വീകരിച്ചുകൊണ്ട് പറയപ്പെട്ടു. തിരുനബി ചോദിച്ചു, ആരാണ് ഇദ്ദേഹം? ഇതാണ് ആദം നബി അലൈഹിസ്സലാം. ജിബ്രീൽ മറുപടി പറഞ്ഞു, ആദമിൻ്റെ ഇടത്തും വലത്തുമായി കാണുന്നത് അദ്ദേഹത്തിൻ്റെ സന്താനങ്ങളുടെ ആത്മാവുകളാണ്. വലതുഭാഗത്തുള്ളവർ സ്വർഗവാസികളും ഇടതു ഭാഗത്തുള്ളവർ നരകവാസികളും. വലതുഭാഗത്തേക്ക് നോക്കുമ്പോൾ അദ്ദേഹം ചിരിക്കുന്നു, ഇടത്തേക്ക് നോക്കുമ്പോൾ കരയുകയും ചെയ്യുന്നു. ജിബ്രീൽ അലൈഹിസ്സലാം തുടർന്നു. ജിബ്രീൽ അലൈഹിസ്സലാമിനോടൊപ്പം നടത്തിയ വാനയാത്രയിൽ ഒന്നാം കവാടത്തിൽ തിരുനബിയെ സ്വീകരിച്ച ആദം മാനവകുലത്തിൻ്റെ ആദ്യ പിതാവ്, അള്ളാഹു ഭൂമിയിലേക്ക് നിയോഗിച്ച ആദ്യ നബിയും. ആദമിൻ്റെ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ട സംഭവം വിശുദ്ധ ഖുർആനിൽ പലയിടങ്ങളിലായി പരാമർശിക്കുന്നുണ്ട്. അത് ഇങ്ങനെ സംഗ്രഹിക്കാം. അള്ളാഹുവിനെ വണങ്ങിയും വാഴ്ത്തിയും സ്തുതിച്ചും കഴിഞ്ഞിരുന്ന മലക്കുകളെ വിളിച്ചുകൂട്ടി ഒരിക്കൽ അള്ളാഹു അറിയിച്ചു, ഞാൻ ഭൂമിയിൽ ഒരു ഖലീഫയെ നിശ്ചയിക്കുകയാണ്. അപ്പോൾ മാലാഖമാർക്ക് സന്ദേഹമായി, നിന്റെ പരിശുദ്ധിയെ വാഴ്ത്താനും മഹത്വത്തെ പ്രകീർത്തിക്കാനും നാഥ ഞങ്ങളില്ലേ? പിന്നെന്തിന് മണ്ണിനെ രക്തപങ്കിലമാക്കി കുഴപ്പം വിതയ്ക്കാൻ മറ്റൊരു സൃഷ്ടി? അള്ളാഹു മാലാഖമാരുടെ ധാരണയെ തിരുത്തി, നിങ്ങൾ അറിയാത്തത് ഞാൻ അറിയുന്നു. ദിവ്യ വിളംബരം യാഥാർത്ഥ്യമായി. ആദം സൃഷ്ടിക്കപ്പെട്ടു. ഭൂമിയിൽ താൻ നിയോഗിച്ച ഖലീഫക്ക് സകല നാമങ്ങളും അള്ളാഹു പഠിപ്പിച്ചു. പുതിയ സൃഷ്ടിയുടെ മഹത്വം സർവരാലും അംഗീകരിക്കപ്പെടണം. അതിനാൽ മാലാഖമാരോടായി അള്ളാഹു കൽപ്പിച്ചു, നിങ്ങൾ ആദമിന് പ്രണാമമർപ്പിക്കുക. ദിവ്യകൽപ്പനകൾ ധിക്കരിക്കാത്ത മാലാഖമാർ ആദമിനു മുമ്പിൽ സാഷ്ടാംഗം നമിച്ചു. എന്നാൽ ഇബ്ലീസ് ദിവ്യകൽപ്പന ധിക്കരിക്കുകയാണ് ചെയ്തത്. കേവലം ചിലമ്പിക്കുന്ന കളിമണ്ണുകൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ആദമിനു മുന്നിൽ നമിക്കാൻ അഗ്നിയാൽ സൃഷ്ടിക്കപ്പെട്ട എനിക്കാവില്ല. വിസമ്മതത്തിന് ഇബ്ലീസിൻ്റെ ഈ ന്യായം പക്ഷേ അള്ളാഹുവിന് സ്വീകാര്യമായിരുന്നില്ല. താൻ ആദരിച്ച മലക്കുകൾ വണക്കമർപ്പിച്ചു. ഉത്കൃഷ്ട സൃഷ്ടിയായ ആദമിനു മുന്നിൽ വണങ്ങാൻ കഴിയില്ലെങ്കിൽ നീ നിന്ദ്യനാണ്, നിനക്ക് ഇനി ഇവിടെ ഇടമില്ല, പുറത്തു പോകൂ, അള്ളാഹു പ്രഖ്യാപിച്ചു. ആദമിന് ഹവ്വ എന്ന ഇണയെ സമ്മാനിച്ച് അള്ളാഹു അവരെ സർവ്വ ഐശ്വര്യങ്ങളുടെയും വിളനിലമായ സ്വർഗാരാമത്തിൽ താമസിപ്പിച്ചു. എവിടെയും പോകാം, എന്തും ഭക്ഷിക്കാം, അനുഭവിക്കാം, എന്നാൽ ഒരു മരം അതിനെ മാത്രം സമീപിക്കരുത് എന്ന മുന്നറിയിപ്പും നൽകി. അള്ളാഹുവിൻ്റെ അനുമതി അനുഭവിച്ചും മുന്നറിയിപ്പ് സൂക്ഷിച്ചും സന്തോഷപൂർവ്വം അവർ സ്വർഗീയ ജീവിതം നയിക്കവേ അവരുടെ ശത്രുവായ പിശാച് ഗുണകാംക്ഷിയായി ചമഞ്ഞ് അവരോട് അനുനയത്തിന് വന്നു. എന്നാൽ അവർക്കറിയില്ലായിരുന്നു പിശാചിൻ്റെ ലക്ഷ്യം എന്താണെന്ന്. സ്വർഗവും അതിലെ സുഖാനന്ദങ്ങളും നിങ്ങൾക്കുള്ളതാണ്. എന്നാൽ അള്ളാഹു വിലക്കിയ ഈ മരത്തിൻ്റെ കായ തിന്നാൽ മാത്രമേ നിങ്ങൾക്കിവിടെ ശാശ്വതവാസം സാധ്യമാകൂ. അറിയുക, ഞാൻ നിങ്ങളുടെ ഗുണകാംക്ഷിയാണ്. പിശാച് ആദമിനെയും ഹവ്വായിനെയും സമർത്ഥമായി കെണിയിൽ വീഴ്ത്തുകയായിരുന്നു. വിലക്കപ്പെട്ട പഴം തിന്നതോടെ തങ്ങളകപ്പെട്ട ചതിക്കുഴി അവർ തിരിച്ചറിഞ്ഞു. ആദമിനും ഹവ്വായിനും അവരുടെ നഗ്നത ബോധ്യപ്പെട്ടു. അവർ നഗ്നത മറക്കാൻ നോക്കി. ദൈവകൽപ്പന ധിക്കരിച്ചതിൻ്റെ പാപഭാരവും അവരെ അലട്ടി. പിശാച് നിങ്ങളുടെ വ്യക്തമായ ശത്രുവാണെന്നും ആ മരത്തിലെ കായ്കൾ ഭക്ഷിക്കരുതെന്നും ഞാൻ നിങ്ങളെ ഉണർത്തിയിരുന്നില്ലേ? അള്ളാഹു അവരെ അവരുടെ അപരാധം ബോധ്യപ്പെടുത്തി. തെറ്റ് ബോധ്യപ്പെട്ട അവരിരുവരും അള്ളാഹുവിൽ പശ്ചാത്തപിച്ചു മടങ്ങി. അത് അള്ളാഹു സ്വീകരിച്ചു. പിന്നാലെ അവരെ സ്വർഗീയ ജീവിതത്തിൽ നിന്ന് ഭൂമിയിലേക്ക് പറിച്ചു നടുകയും ചെയ്തു. യഥാർത്ഥത്തിൽ സ്വർഗജീവിതം ഒരു നിമിത്തം മാത്രമായിരുന്നു. ഭൂമിയിലേക്ക് വേണ്ടിയാണല്ലോ അള്ളാഹു ആദമിനെ സൃഷ്ടിച്ചത് തന്നെ. മനുഷ്യൻ്റെ മഹത്വത്തെ ധിക്കരിച്ച് അവൻ്റെ ആ ജന്മശത്രുവായ പിശാചിൻ്റെ നിലപാട് മനുഷ്യനെ ബോധ്യപ്പെടുത്തുക എന്നതാകാം അവരുടെ ഒന്നിച്ചുള്ള സ്വർഗീയ ജീവിതത്തിലൂടെ അള്ളാഹു ഉദ്ദേശിച്ചത്. അത് ബോധ്യപ്പെട്ടതോടെ തൻ്റെ പ്രവർത്തന ഭൂമികയായ മണ്ണിലേക്ക് മനുഷ്യനെ അവൻ മാറ്റുകയും ചെയ്തു. ഭൂമിവാസം തുടങ്ങിയ ആദമിനും ഹവ്വായ്ക്കും മക്കളുണ്ടായി. ആദം പുത്രന്മാരിൽ 2 പേർ ഒരു വഴിപാട് ബലി നടത്തിയ സംഭവം വിശുദ്ധ ഖുർആൻ വിവരിക്കുന്നുണ്ട്. ഇവരുടെ പേര് ഹാബീൽ, ഖാബീൽ എന്നിങ്ങനെ രേഖപ്പെടുത്തി കാണുന്നു. ഇത് ബൈബിളിലും കാണപ്പെടുന്നുണ്ട്. നല്ലവനായ ഹാബീലിൻ്റെ വഴിപാടാണ് ദൈവം സ്വീകരിച്ചത്. കോപിഷ്ഠനായ ഖാബീൽ അക്രമസക്തനായി, നിന്നെ ഞാൻ കൊന്നുകളയും. ഖാബീൽ കൊലവിളി നടത്തി. എന്നാൽ സമാധാനപ്രിയനായ ഹാബീൽ
വളരെ സമാധാനപരമായി പ്രതികരിച്ചു. ഭക്തരിൽ നിന്ന് മാത്രമേ അള്ളാഹു എന്നും സ്വീകരിക്കുകയുള്ളൂ. നീ എനിക്കു നേരെ കൊലവിളി നടത്തിയാലും അച്ചടിക്കാൻ ഞാൻ ഒരുക്കമല്ല തന്നെ. എന്നാൽ ദൈവഭയം തീണ്ടാത്ത കാബീൽ സ്വന്തം സഹോദരൻ ഹാബീലിൻ്റെ കഥ കഴിച്ചു. ഭൂമിയിലെ ആദ്യത്തെ മനുഷ്യവധം. ജീവനില്ലാത്ത കൂടപ്പിറപ്പിൻ്റെ ജഡം നോക്കി നിന്ന കാബീൽ വിയർക്കാൻ തുടങ്ങി. ജഡം ഇനി എന്തു ചെയ്യും? മണ്ണിൽ കുഴി തോണ്ടുന്ന കാക്കയിലൂടെ അള്ളാഹു കാബീലിൻ്റെ ദൗർബല്യം ബോധ്യപ്പെടുത്തി. അയാൾ പരിതപിച്ചു. ഹോ, എന്തൊരു കഷ്ടം! ഈ കറുത്ത കാക്കയെപ്പോലെയാകാനും സഹോദരൻ്റെ ജഡം മറവു ചെയ്യാൻ പോലും ഞാൻ ശക്തിയില്ലാത്തവനാണല്ലോ. ആദം നബി അലൈഹിസ്സലാം പിന്നീടും വർഷങ്ങളോളം ജീവിച്ചതായി കാണുന്നു. നിരവധി സന്താന പരമ്പരകളെ അദ്ദേഹം കാണുകയും ചെയ്തു. 130-ാം വയസ്സിലും ആദമിന് മക്കൾ പിറന്നതായും അതിനുശേഷവും നൂറ്റാണ്ടുകളോളം അദ്ദേഹം ജീവിച്ചിരുന്നതായും പറയപ്പെടുന്നു. ഇൻഷാ അല്ലാഹ് അടുത്ത ചരിത്രം അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.